കാൽവരി മൗണ്ട് വെള്ളിയാങ്കല്ലിൽ വൻ ചാരായവേട്ട. ചീരങ്കുന്നേൽ സ്കറിയ മാത്യുവിനെ ചാരായം മാറ്റുന്നതിനിടയിൽ തങ്കമണി എക്സൈസ് സംഘം പിടികൂടി. 19 ലിറ്റർ ചാരായവും 35 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടി. ഏലകൃഷിയുടെ മറവിലാണ് വൻതോതിൽ ചാരായം വാറ്റിയിരുന്നത്. തങ്കമണി എക്സൈസ് റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന കാൽവരി മൗണ്ട് വെള്ളിയാങ്കല്ലിലാണ് പരിശോധന നടന്നത്. സംഭവത്തിൽ അനധികൃത വാറ്റു നടത്തിയിരുന്ന ചീരങ്കുന്നേൽ സ്കറിയ മാത്യുവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ഏലത്തോട്ടം കേന്ദ്രീകരിച്ചായിരുന്നു അനധികൃത വാറ്റ് നടന്നിരുന്നത്. പരിശോധനയിൽ 19.5 ലിറ്റർ ചാരായവും 35 ലിറ്റർ കോടിയും വാറ്റുപകരണങ്ങളും പിടികൂടി. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾ ലക്ഷ്യമിട്ട് ഇവിടെ വൻതോതിൽ ചാരായം വാറ്റുന്നതായി എക്സൈസ് സംഘത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പരിശോധന നടത്തിയതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ MP പ്രമോദ് പറഞ്ഞു. കാൽവരി മൗണ്ട് വെള്ളിയാങ്കല്ല് കരയിൽ നടത്തിയ പരിശോധനയിൽ വെള്ളിയാങ്കല്ല് സ്വദേശിയായ ചീരങ്കുന്നേൽ വീട്ടിൽ മാത്യു മകൻ സ്കറിയ ചാരായം വാറ്റിക്കൊണ്ടിരുന്ന സ്ഥലത്ത് വെച്ച് ടിയാനെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തിട്ടുള്ളതാണ്. പ്രതിയുടെ പക്കൽ നിന്നും 19.5 ലിറ്റർ ചാരായവും 35 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടിയിട്ടുള്ളതാണ്. പ്രതി വിഷു, ഈസ്റ്റർ മുന്നിട്ട് കണ്ടുകൊണ്ട് വൻ ലാഭത്തിന് വേണ്ടി ചാരായം വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചാരായം വാറ്റുന്നത് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. മറ്റ് ടിയാനെ സഹായിച്ച ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവധി ദിനങ്ങളോടനുബന്ധിച്ച് വളരെ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ തങ്കമണി എക്സൈസ് റേഞ്ചിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സൈജിമോൻ ജേക്കബ്, പ്രിവന്റീവ് ഓഫീസർ JNP ജോൺ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ ജിൻസൺ CN, ജോഫിൻ ജോൺ, വനിതാ എക്സൈസ് ഓഫീസർ ഷീന തോമസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അമൽ, ആനന്ദ് വിജയൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത്. പ്രതിയെ ഇടുക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.